കറിവേപ്പില നല്ല ഫ്രഷും ഗ്രീൻ കളറിലും ഇരിക്കാനായിട്ട് ഒരു ചെറിയ ഹാക്ക് പറഞ്ഞു തരാം. നല്ല ഈസിയാണ്, വേറൊന്നുമല്ല. നാട്ടിൽ നിന്ന് നമ്മൾ കറിവേപ്പില കൊണ്ടുവരും, നമ്മൾ ഒത്തിരി കൊണ്ടുവരത്തില്ലേ? അപ്പൊ അതെല്ലാം നമുക്ക് ഇന്നത്തെ കാലത്ത് ആൾക്കാർ ചെയ്യുന്നത് പോലെ ഐസ് ക്യൂബ് ആക്കി വെക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള, പോസിബിൾ ആണ്, പക്ഷെ നല്ല മെനക്കേടുള്ള കാര്യമാണ്. ഇതൊന്നും ചെയ്യേണ്ട. പകരം കറിവേപ്പില നന്നായിട്ട് കഴുകിയതിനു ശേഷം വെള്ളാംശം എല്ലാം മാറിയതിനു ശേഷം അതെടുത്ത് ഇതുപോലെ ഒരു മുറത്തിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിൽ വെക്കുക. അത് നന്നായിട്ട് കുറെ നാളിരിക്കും. എന്റെ കയ്യിലിരിക്കുന്ന ഈ കറിവേപ്പില കണ്ടോ, ഇതിപ്പോ ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് 1 വർഷത്തിന് മേളിലായ കറിവേപ്പില എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരിക്കും, പക്ഷെ ആണ്. ഈ ടിപ്പാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രീസറിൽ വെക്കണം കേട്ടോ. പക്ഷെ ഇനി ഫ്രീസർ അല്ല, നിങ്ങൾ ഫ്രിഡ്ജിലാണ് നിങ്ങൾക്ക് കുറെ അധികം നാൾ വെക്കേണ്ടതെങ്കിൽ ഒരു അലൂമിനിയം ഫോയിലിന്റെ അകത്ത് കറിവേപ്പില സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ആ ഫോയിൽ ഒന്നുകൂടെ മടക്കി അതിന്റെ മേളിൽ അങ്ങനെ ലെയർ ആയിട്ട് അലൂമിനിയം ഫോയിൽ വെച്ച് കുറെ നാൾ ഫ്രിഡ്ജിലിരിക്കും. പക്ഷെ ഒരു വർഷത്തോളം ഒന്നും ഇരിക്കില്ല, കുറച്ച് 6 മാസത്തോളം ഒക്കെ അതിൽ നന്നായിട്ടിരിക്കും ഫ്രിഡ്ജില്. പിന്നെ കുറെ നാളത്തേക്ക് വെക്കണമെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങളും കറിവേപ്പില കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.